ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂമാറ്റിക് വാൽവ്സ്, ന്യൂമാറ്റിക് സിംബൽസ് എന്നിവയാണ്. അടുത്തത് വാൽവുകളുടെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. അതായത് നോൺ റിട്ടേൺ വാൽവ് അല്ലെങ്കിൽ ചെക്ക് വാൽവ്, ഫ്ലോ കൺട്രോൾ വാൽവ് എന്നിവയാണ് ഇന്ന് പഠിക്കാനുള്ളത്. ആദ്യം നോൺ റിട്ടേൺ വാൽവ്. വാട്ടർ സപ്ലൈ പൈപ്പിംഗ് സിസ്റ്റത്തിൽ പലതരം മെക്കാനിക്കൽ ഡിവൈസുകൾ, ഫ്ലൂയിഡുകളും ഗ്യാസുകളും ഇവയിൽ കൂടി ഒഴുകുന്നത് നിയന്ത്രിക്കാനും റെഗുലേറ്റ് ചെയ്യാനും നോൺ റിട്ടേൺ വാൽവുകൾ ഉപയോഗിക്കുന്നു. നോൺ റിട്ടേൺ വാൽവ് വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ ഡ്രെയിനേജ് ലൈനുകളിൽ വൺ വേ ഫ്ലോ അനുവദിക്കുന്നു. ഇതിനെ ചെക്ക് വാൽവ് എന്നും വിളിക്കുന്നു. വാൽവുകൾ കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്നിവ കൊണ്ട് ഉണ്ടാക്കുന്നു. ചില അവസരങ്ങളിൽ രണ്ടോ അതിലധികമോ വ്യത്യസ്ത തരത്തിലുള്ള മെറ്റീരിയലുകൾ ഒരു സിംഗിൾ വാൽവിന് ഉപയോഗിക്കുന്നു. മാർക്കറ്റിൽ പലതരത്തിലുള്ള ചെക്ക് വാൽവുകൾ ലഭ്യമാണ്. ചിത്രം 1 കാണിച്ചിരിക്കുന്നത് ഒരു സ്വിംഗ് ചെക്ക് വാൽവാണ്. അതിൻ്റെ ഭാഗങ്ങൾ ഇവയാണ്: ക്യാപ്പ്, സ്റ്റോപ്പ് പ്ലഗ്, ഹിഞ്ച് പിൻ, ഹിഞ്ച്, ഡിസ്ക് ഹിഞ്ച് നട്ട്, ഡിസ്ക്, ബോഡി എന്നിങ്ങനെ നമ്പർ ക്രമത്തിൽ കാണിച്ചിരിക്കുന്നു. സ്വിംഗ് ചെക്ക് വാൽവിൽ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലോ വൺ ഡയറക്ഷനിൽ ഡിസ്ക് ലിഫ്റ്റ് ചെയ്ത് വൺ വേ ഫ്ലോ മാത്രമായി അനുവദിക്കുന്നു. ഡിസ്ക് തിരിച്ചു വന്ന് അതിൻ്റെ സീറ്റിങ്ങിൽ പൊസിഷനാവുമ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ ഉള്ള ഫ്ലോ തടയുന്നു. ചിത്രം 2ഉം 3ഉം നോക്കുക. Welco Valve Company produces swing check valves with bolted cover or pressure seal cover structure. The basic design specifications are manufactured in accordance with BS 1868, API 6D, or other standards as per client's requirement. The main structure features 1. Seat. The seat can be welded, threaded, or integral process on the body. 2. Gasket. Be used between the body and cover if bolted structure. Stainless steel spiral wound graphite gasket or metal octagonal ring gasket reliable for dissembling performance. For pressure seal cover design, we'll use split ring for sealing. When the cavity pressure increases, the sealing performance will be more reliable. Various material. Swing check valves according to the different using requirements. The body material can be carbon steel series, stainless steel series, low temperature steel series, high temperature steel series, and so on. Welco Valve can produce swing check valve, piston check valve, ball check valve, dual plate check valve with other multifunctional features. ബോൾ ടൈപ്പ് ചെക്ക് വാൽവിൽ ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലോ വൺ ഡയറക്ഷനിൽ ബോൾ ലിഫ്റ്റ് ചെയ്യുന്നു. പ്രഷർ കുറയുമ്പോൾ ബോൾ സീറ്റിങ്ങിലേക്ക് വരികയും റിവേഴ്സ് ഡയറക്ഷനിൽ ഉള്ള ഫ്ലോ തടയുകയും ചെയ്യും. ചിത്രം 4 കാണാം.
അടുത്തത് ഫ്ലോ കൺട്രോൾ വാൽവ്. ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഫ്ലോ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ഒരു സിലിണ്ടറിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ ഒരു മോട്ടോറിൻ്റെ RPM റെഗുലേറ്റ് ചെയ്യാനാണ്. ഈ രണ്ട് വാൽവുകളും ഫ്ലോ റേറ്റിനെ ആശ്രയിക്കുന്നതുകൊണ്ട് കോൺസ്റ്റൻറ്റ് പമ്പിംഗ് വഴി ഒരു യൂണിഫോം ഫ്ലോ റേറ്റ് ലഭിക്കുന്നു. ഫ്ലോ റേറ്റിലെ റിഡക്ഷൻ നടക്കുന്നത് ഇവയുടെ അടിസ്ഥാനത്തിലാണ്. ഫ്ലോ കൺട്രോൾ വാൽവിൽ ഫ്ലോ ക്രോസ് സെക്ഷനിൽ ഒരു റിഡക്ഷൻ ഉണ്ടാക്കുന്നത് വഴി ഇതിൻ്റെ മുന്നിലായി ഒരു കൂടിയ പ്രഷർ ഉണ്ടാകുന്നു. ഈ പ്രഷർ കാരണം പ്രഷർ റിലീഫ് വാൽവ് ഓപ്പണായി ഫ്ലോ റേറ്റ് ഡിവൈഡ് ചെയ്യുന്നു. ഫ്ലോ റേറ്റിൻ്റെ ഈ ഡിവിഷൻ മൂലം വേണ്ട ഫ്ലോ വോളിയം, ആക്യുവേറ്ററിലേക്കുള്ള ഫ്ലോ, RPM അല്ലെങ്കിൽ സ്പീഡിന് ആവശ്യമുള്ളതാണ്. കൂടാതെ എക്സസ് ഡെലിവറി പ്രഷർ റിലീഫ് വാൽവ് വഴി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഫ്ലോ കൺട്രോൾ വാൽവ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഒരു ഓറിഫീസ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റർ ആണ്. അടുത്തത് ഓറിഫീസസ്. ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു സിമ്പിൾ ഓറിഫീസ് ഏറ്റവും പ്രാഥമികമായ മെത്തേഡാണ്. ഓറിഫീസ് എല്ലായ്പ്പോഴും പമ്പിന് അനുക്രമമായി സ്ഥാപിച്ചിരിക്കും. ഒരു സ്ഥിരമായ ഓറിഫീസ് ഒരു ഫിറ്റിങ്ങിൽ ഒരു ഹോൾ ഡ്രില്ല് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നു. എന്നാൽ വേരിയബിൾ ഓറിഫീസ് ഹോളിലെ ഫ്ലോ വ്യാപ്തിക്ക് വ്യത്യാസം വരുത്തുന്ന നീഡിൽ വാൽവ് വഴി കഴിയുന്നു. ഫിക്സഡ് ഓറിഫീസ് അല്ലെങ്കിൽ ഫിക്സഡ് ഫ്ലോ കൺട്രോൾ വാൽവ്. സപ്ലൈ ലൈനിലുള്ള ചെറിയ ഓപ്പണിംഗ് വ്യത്യാസം വരുത്താൻ കഴിയാത്തതാണ് ഫിക്സഡ് ഓറിഫീസ്. ചിത്രം 1 കാണാം. The differential flow meter is the most common device for measuring fluid flow through pipes. Flow rates and pressure differential of fluids such as gases, vapors, and liquids are explored using the orifice plate flow meter. The differential flow meter, whether Venturi tube, flow nozzle, or orifice plate style, is an inline instrument that is installed between two pipe flanges. The orifice plate of the flow meter is comprised of a circular metal disc with a specific hole diameter that reduces the fluid flow in the pipe. Pressure taps are added on each side of the orifice plate to measure the pressure differential. According to the laws of conservation of energy, the fluid entering the pipe must equal the mass leaving the pipe during the same period of time. The velocity of the fluid leaving the orifice is greater than the velocity of the fluid entering the orifice. Applying Bernoulli's principle, the increased fluid velocity results in a decrease in pressure. As the fluid flow rate increases through the pipe, back pressure on the incoming side increases due to the restriction of flow created by the orifice plate. The pressure of the fluid at the downstream side of the orifice plate is less than the incoming side due to the accelerated flow. With a known differential pressure and velocity of the fluid, the volumetric flow rate can be determined. The flow rate, Q, of a fluid through an orifice plate increases in proportion to the square root of the pressure difference on each side multiplied by the K factor. For example, if the differential pressure increases by 14 psi with a K factor of 1, the flow rate is increased by 3.74. അടുത്തത് വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവ്. ത്രോട്ടിൽ വാൽവും ഓറിഫീസ് വാൽവും ഒരു നിശ്ചിത പ്രഷർ ഡ്രോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ചെയ്യുന്നത് ഒരു പ്രത്യേക ഫ്ലോ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്താണ്. ഫ്ലോ കൺട്രോൾ വാൽവിൻ്റെ നീഡിൽ വാൽവ് സീറ്റിനടുത്തേക്ക് വരുവാണെങ്കിൽ ഓപ്പണിംഗ് ചെറുതാകുകയും ഫ്ലോ കുറയുകയും ചെയ്യുന്നു. ചിത്രം 2 കാണാം. വാൽവ് സീറ്റിൽ നിന്ന് നീഡിൽ അകലുമ്പോൾ ഓപ്പണിംഗ് വലുതായി ഫ്ലോ കൂടുകയും ചെയ്യുന്നു. ചിത്രം 3 കാണാം. ഇത് സിമ്പിളും ഇൻഎക്സ്പെൻസീവ് ആയതും ഈ ഡിസൈൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ചിത്രം 4 കാണിച്ചിരിക്കുന്നത് വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവിൻ്റെ ഹൈഡ്രോളിക് സർക്യൂട്ട് ഡയഗ്രമാണ്.
അടുത്തതായിട്ട് വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവ് ഒരു ഒറിഫിസ് അല്ലെങ്കിൽ ത്രോട്ടിൽ വാൽവും ഒരു നോൺ റിട്ടേൺ വാൽവിൻ്റെയും കോമ്പിനേഷനാണ്. റെസിസ്റ്റർ ഫ്ലോയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യും. എതിർദിശയിൽ ഫുൾ ക്രോസ് സെക്ഷണൽ ഫ്ലോയിലേക്ക് വരുന്ന റിട്ടേൺ ഫ്ലോ പമ്പ് ഡെലിവറിയായി ഫുൾ ഫ്ലോ ആവുന്നു. ഫ്ലോ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ത്രോട്ടിൽ ഫ്ലോ ആവുന്നു. അതുകൊണ്ട് ആക്ച്വേറ്ററിലേക്ക് കുറഞ്ഞ ഫ്ലോയിൽ പോയി ആക്ച്വേറ്ററിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നു. ചിത്രം 5 കാണാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബിയിൽ നിന്ന് എയിലേക്ക് ഫ്ലോ തടസ്സപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നോൺ റിട്ടേൺ വാൽവ് അതിൻ്റെ വാൽവ് സീറ്റിൽ നിന്ന് ലിഫ്റ്റായി ഫുൾ ക്രോസ് സെക്ഷണൽ ഫ്ലോയിലേക്ക് ആകുന്നു. ചിത്രം 6 കാണാം. അഡ്ജസ്റ്റബിൾ വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവുകളിൽ ത്രോട്ടിലിംഗ് പോയിൻ്റ് വലുതാക്കാനോ ചെറുതാക്കാനോ പറ്റുന്നു. ചിത്രം 7 സെൻറ്റർ വാൽവ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മൂലം പമ്പ് റൺ ചെയ്യുന്നത് അൺലോഡ് കണ്ടീഷനിൽ ആണ്. ചെക്ക് വാൽവുകൾ ഫ്ലോ കൺട്രോൾ ചെയ്ത് ഫ്ലൂയിഡ് ഓറിഫിസിൽ കൂടി ഫോഴ്സ് ചെയ്ത് സിലിണ്ടറിലേക്ക് പ്രവേശിക്കുകയും പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡ് ബൈപ്പാസ് വഴി വരുന്നത് ശ്രദ്ധിക്കുക. ഇത് വ്യക്തമാക്കുന്നത് സിലിണ്ടറിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഫ്ലൂയിഡിനെ പുൾ ചെയ്ത് പെട്ടെന്ന് വ്യാപിക്കുന്നു. ഫ്ലൂയിഡ് ക്യാപെൻറ്റിൽ കുറഞ്ഞ ഫ്ലോ റേറ്റിൽ പ്രവേശിക്കുന്നത് കൊണ്ട് അവിടെ ഒരു വാക്വം വോയിഡ് പമ്പ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതുവരെ രൂപപ്പെടുന്നു. അടുത്തതായിട്ട് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ്. ആക്ച്വേറ്ററിനെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധാരണ 3 മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ, മീറ്റർ ഔട്ട് സ്പീഡ് കൺട്രോൾ, ബ്ലീഡ് ഓഫ് സ്പീഡ് കൺട്രോൾ. മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ. ചിത്രം 8 ഒരു മീറ്റർ ഇൻ ഫ്ലോ കൺട്രോൾ സർക്യൂട്ടിൻ്റെ ഒരു സ്കീമാറ്റിക് ഡ്രോയിങ്ങിൽ റെസ്ട്രിക്ഷൻ ഫ്ലൂയിഡ് ഒരു ആക്ച്വേറ്റർ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളിൽ മീറ്റർ ഇൻ സർക്യൂട്ടുകൾ നല്ലപോലെ പ്രവർത്തിക്കുന്നു. പക്ഷേ എയർ ക്രമരഹിതമായി ആക്ഷൻ ഉണ്ടാക്കുന്നു. മീറ്റർ ഇൻ ഫ്ലോ കൺട്രോളുകൾ റെസിസ്റ്റീവ് ലോഡുകളിൽ മാത്രം വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ക്രമരഹിതമായി പോകുന്ന ലോഡ് ഫ്ലൂയിഡ് നിറച്ച സർക്യൂട്ടിനേക്കാൾ വേഗത്തിൽ ആക്ച്വേറ്ററിനെ മൂവ് ചെയ്യിക്കുന്നു. ആക്ച്വേറ്ററിനകത്തുകൂടി പോകുന്ന ഓയിലിൻ്റെ ഫ്ലോ റെഡ്യൂസ് ചെയ്യുന്ന ഈ മെത്തേഡ് മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ മെത്തേഡ് എന്നറിയപ്പെടുന്നു. ഏത് നോർമൽ ആപ്ലിക്കേഷന് വേണ്ടിയും മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ മെത്തേഡ് കൂടുതൽ അഭികാമ്യമാണ്. ഇത് സുഗമവും സ്മൂത്തും ആയ സ്പീഡ് കൺട്രോൾ തരുന്നു. അടുത്തത് മീറ്റർ ഔട്ട് സ്പീഡ് കൺട്രോൾ. ചിത്രം 10 കാണിക്കുന്ന ഒരു മീറ്റർ ഔട്ട് ഫ്ലോ കൺട്രോൾ സർക്യൂട്ടിൻ്റെ ഒരു ഡ്രോയിങ്ങിൽ ആക്ച്വേറ്റർ പോർട്ടിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റ് ആകുന്നു. മീറ്റർ ഔട്ട് സർക്യൂട്ടുകൾ ഹൈഡ്രോളിക് ആക്ച്വേറ്ററുകളിലും ന്യൂമാറ്റിക് ആക്ച്വേറ്ററുകളിലും നല്ലപോലെ വർക്ക് ചെയ്യുന്നു. സിലിണ്ടർ സ്ഥാപിക്കുന്ന രീതി ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ഔട്ട്ലെറ്റ് ഫ്ലോ റെസ്ട്രിക്റ്റഡും കൂടാതെ ഒരു ആക്ച്വേറ്ററിനെ ക്രമരഹിതമാകാനും പറ്റത്തില്ല. മീറ്റർ ഔട്ട് ഫ്ലോ കൺട്രോളുകൾ റെസിസ്റ്റീവ് ലോഡുകളിലും അല്ലെങ്കിൽ ക്രമരഹിതമായ ലോഡുകളിലും വർക്ക് ചെയ്യുന്നു. ആക്ച്വേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റെഗുലേറ്റിംഗ് ഫ്ലോയുടെ സ്പീഡ് കൺട്രോളിനെ മീറ്റർ ഔട്ട് മെത്തേഡ് എന്ന് വിളിക്കുന്നു. ചിത്രം 9 കാണിക്കുന്നത് സർക്യൂട്ട് റെസ്റ്റിലും പമ്പ് റൺ ചെയ്യുന്നതുമായിട്ടാണ്. എങ്ങനെയാണ് ചെക്ക് വാൽവുകളിൽ ഫ്ലോ കൺട്രോളുകൾ ഫ്ലൂയിഡ് ഒറിഫിസുകളിൽ കൂടി ബൈപ്പാസിന് അനുവദിക്കുന്നതും സ്വതന്ത്രമായി സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നതും എന്ന് ശ്രദ്ധിക്കുക. സിലിണ്ടറിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് ഫോഴ്സായിട്ട് സെറ്റ് ചെയ്ത റേറ്റിൽ ഒറിഫിസിൽ കൂടി കടന്നു പോകുന്ന
PG3-യിൽ മാത്രം പ്രഷർ ഗേജ് പ്രഷർ കാണിക്കുന്നത് സിലിണ്ടർ റോഡിലെ ലോഡും വാൽവിൻ്റെ ബ്ലോക്ക് പോർട്ട് പ്രഷറും കൂടി ചേർന്നതാണ്. ആക്ച്വേറ്ററിലെ ലോഡിൻ്റെ നേച്ചർ പുള്ളിംഗ് ടൈപ്പ് അല്ലെങ്കിൽ പുഷിംഗ് ടൈപ്പ് ആണെങ്കിൽ മീറ്റർ ഔട്ട് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് മെച്ചം. ലോഡ് ഡ്രോപ്പ് വേഗത്തിലോ റിവേഴ്സിലോ ആണെങ്കിൽ റോഡ് എക്സ്റ്റൻഷൻ സമയത്ത് ഈ സർക്യൂട്ടിൽ ഒരു കോൺസ്റ്റൻറ്റ് ബാക്ക് പ്രഷർ നിലനിർത്തുന്നു. ചിത്രം 10 കാണിക്കുന്നത് സിലിണ്ടർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ഡയറക്ഷൻ കൺട്രോൾ വാൽവ് സ്ട്രെയിറ്റ് ആരോകളിൽ ഷിഫ്റ്റ് ആകുകയും പമ്പ് ഫ്ലോ അപ്പർ ഫ്ലോ കൺട്രോൾ വഴി ബൈപ്പാസായി സിലിണ്ടറിൻ്റെ ക്യാപ്പ് എൻഡിലേക്ക് പോകുന്നു. സിലിണ്ടർ റോഡ് എൻഡിൽ നിന്നും വരുന്ന ഫ്ലൂയിഡ് ഒരു എക്സ്റ്റേണൽ ലോഡ് വഴി മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ടാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ബാക്കിൽ നിലനിൽക്കുന്നു. ഹൈഡ്രോളിക് സർക്യൂട്ടുകളിൽ ഒരു റെസിസ്റ്റൻസ് അഭിമുഖീകരിക്കുന്നതുവരെ സിലിണ്ടർ ഒരു റെഡ്യൂസ്ഡ് സ്പീഡിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. Hello, this is Carl from lunchboxsessions.com. In this video, we'll cover the flow control and the concepts of meter in versus meter out. At its most basic level, a flow control, as used for controlling the speed of a hydraulic cylinder, is often nothing more than a variable orifice in the form of a needle valve, along with a return flow check valve. And the return flow check valve is usually built right into the same package as the needle valve. So the way we have this particular flow control plumbed in to the blind end of the cylinder, we are currently set up for a form of flow controlling called meter in. And the word meter in or the word meter out is not a reference to which direction the cylinder is traveling, but rather a reference to whether or not we are controlling the rate of flow as fluid enters the cylinder or as fluid is leaving the cylinder. So in this case, we are set up to meter the fluid as it enters the blind end of the cylinder. Fluid will not be able to pass through the check valve. Here we go. It's all working well in the first part of the cylinder's extension, but as you could see, as the load went over center, things got a little interesting. Now let's watch meter in flow controlling taking place on the line that feeds the rod end port. This will be meter in for the retracting of the cylinder. You could see that fluid is being metered on the bottom line, and oil leaving the blind end port can do so freely through the return flow check valve mounted in parallel to the needle valve. Let's work forward and back again. Now, of course, what's special about this particular arrangement is that we've got a load that runs over center. That pendulum overrunning load is a handy one in these animations for understanding what the effects of a runaway load, sometimes referred to as a negative load on a cylinder, might do to various parameters of the hydraulic system. In this case, we could tell that not all is well with the meter in scenario. What we find out is that it's working well until the point at which the load goes over center, and then the cylinder rod is being moved perhaps a little faster by the load running away than the pump and valve can supply to the cylinder, and hence the very uneven motion that we're seeing, and perhaps even the formation of some cavitation void in the cylinder. A very uneven motion with plenty of undesirable effects. So as you can see, meter in will work fairly well as long as there's no runaway effect. In fact, meter in will work best in the vertical position for extending the cylinder if you had gravity and a load opposing the extension of the cylinder. So quite often you hear us saying, if in doubt, meter out. Well, I'm going to hit a little magic button here that's going to change us around to meter out flow controlling. But all you need to do is keep an eye on these two check valves and see what happens. Do you see what happened? We switched to meter out plumbing arrangement for our flow controls, and all that happened is both check valves have been reversed.
So now let's have a look and see what happens. Well, it looks like now that we're metering the oil as it leaves the cylinder. Notice what's happening with the flow arrows. We're putting a pinch on the flow of the hydraulic oil as it's leaving the cylinder, and everything looks much better now. Now that there's a runaway type of load, perhaps our needle valve, if restricted sufficiently, could control what otherwise might be a very uneven motion. So that's the difference between meter in and meter out. But don't be in a rush to apply meter out to the rod end port. This particular meter out arrangement here can come at a pretty high price to the damage that it can cause in your hydraulic system. If this particular variable orifice, if this needle valve is pinched down too far, during extension, believe it or not, if there isn't enough load for the cylinder to push on, and in this case we've even got a negative load, the load is running away with the rod, what can happen is an intensification of pressure between the rod and cylinder port and this particular needle valve. This particular line here can become pressured to many multiples of what the pressure is on the backside of the cylinder. And exactly what that multiple or ratio is a function of the surface area difference between the back of the piston and the rod side piston, the annular or washer ring piston on the rod side. So that's a topic for another video, but keep in mind that meter out is not always a perfect scenario either. And really, whenever there's a runaway load, a flow control is a little overly simplistic, and in many cases, when you need to move the load quickly, a counterbalance valve is a much better choice, and of course, no risk to pressure intensification on the rod side as long as that counterbalance valve has been chosen and specified correctly. So that's an introduction to meter in versus meter out flow controlling as used to control the speed of a cylinder. അടുത്തത് ബ്ലീഡ് ഓഫ് സ്പീഡ് കൺട്രോൾ. ബ്ലീഡ് ഓഫ് ഫ്ലോ കൺട്രോൾ സർക്യൂട്ടുകൾ ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിൽ മാത്രവും കൂടാതെ സാധാരണ ഫിക്സഡ് വോളിയം പമ്പുകളിലും മാത്രം കാണപ്പെടുന്നു. സ്പീഡ് കൺട്രോൾ പമ്പിൻ്റെ ഫ്ലോ മീറ്ററിംഗ് പാർട്ടിൽ കൂടിയായതിനാൽ ബ്ലീഡ് ഓഫ് കൺട്രോൾ എന്നറിയപ്പെടുന്നു. ചിത്രം 11 കാണുന്ന ഒരു ബ്ലീഡ് ഓഫ് സർക്യൂട്ട് റെസ്റ്റിലിരിക്കെ പമ്പ് റണ്ണിങ്ങിലാകുന്നതുമാണ്. ഫ്ലോ കൺട്രോൾ വാൽവിൻ്റെ അല്ലെങ്കിൽ നീഡിൽ വാൽവിൻ്റെ ഒരു പോർട്ട് പി അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്പുട്ട്, അതായത് പോർട്ട് എയിലോ പോർട്ട് ബിയിലോ കണക്റ്റഡ് ആകുകയും ഫ്ലോ കൺട്രോൾ വാൽവിൻ്റെ മറ്റേ പോർട്ട് ടിയുമായിട്ട് കണക്റ്റഡ് ആകുന്നു. ചിത്രം 12 ഡയറക്ഷൻ വാൽവ് പാരലൽ പോർട്ട് പൊസിഷനിൽ ഷിഫ്റ്റ് ചെയ്യുകയോ ആക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എല്ലാ പമ്പ് ഫ്ലോയും ഡയറക്ഷൻ കൺട്രോൾ വാൽവിൽ കൂടി പോർട്ട് പിയിൽ നിന്ന് പോർട്ട് എയിലേക്ക് പോകുന്നു. ആക്ച്വേറ്ററിലേക്കുള്ള ഫ്ലോയുടെ ഒരു ഭാഗം ടാങ്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് ബ്ലീഡ് ഓഫ് ഫ്ലോ കൺട്രോൾ വാൽവിൻ്റെ സെറ്റിങ്ങിനനുസരിച്ച് ആക്ച്വേറ്ററിൻ്റെ ഫോർവേഡ് സ്പീഡ് കുറയുന്നു. ഈ സർക്യൂട്ടിൽ പമ്പ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ മാത്രം ഉയർന്നാൽ മീറ്ററിംഗ് അല്ലെങ്കിൽ മീറ്റർ ഔട്ടിനേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. പക്ഷേ പമ്പ് ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം വേസ്റ്റ് ആകും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കൂടുതൽ മനസ്സിലാക്കാനായി ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്താൽ പഠിക്കുക. താങ്ക് യു.